ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഇനി നന്ദൻ. ഞാനോ? നന്ദൻ എനിക്ക് കളിക്കണം. എന്റെ കണ്ണ് കിട്ട്. എനിക്ക് കളിക്കണം മീര. എന്നെ വിട്. ഇവക്ക് എന്താ പറ്റിയ? എനിക്ക് കളിക്കണം. ഈ തുണി വെച്ച എന്റെ കണ്ണ് കെട്ട്. കണ്ണ് കെട്ടുകയില്ല സാർ. ആരെങ്കിലും എന്റെ കണ്ണ് കെട്ട്. കള്ളിന്റെ മണമില്ലെങ്കിലും കൈലാഷിന് കാര്യം മനസ്സിലായി. അവന്റെ മുഖം കണ്ടില്ലേ? കെട്ടുകയില്ല സാർ. എന്റെ കണ്ണ് കെട്ട്. പാറു നീ വിട്. കേട്ടാ ഇനി കറക്ക് കറക്ക്. ജയന്തേച്ചി പാറു എങ്ങനെ? മതി 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 മതി. അല്ല സന്ധ്യകളിൽ എന്നെതിരെ നീ വരവേ അനുരാഗമെന്നുള്ള കട്ടെടുത്തില്ലേ വാക്കിൽ നീ ആരാന്ന് പറ. കാത്തതും നോക്കിൽ പ്രിയ, പാറുവിനെ ആരോ കള്ളു കുടിപ്പിച്ചിട്ടുണ്ട്. അവളോട് ആരോ ദുഷ്ടത്തരം ചെയ്തേ? നിങ്ങൾ അവളെ ഒന്ന് ശ്രദ്ധിക്കണം. അവളോട് ഈ ദുഷ്ടത്തരം കാണിച്ചവർക്ക് ഞാൻ പണി കൊടുത്തോളാം. വാ. കരുണാകരൻ സാറേ, പാർവതി കണ്ണു പിടിച്ചിട്ടുണ്ടെന്നേ കൈലാഷിന് മനസ്സിലായി. അവൻ ക്ഷമിച്ചു നിന്നതാ. അവൾ അലമ്പുണ്ടാക്കിയ കൈലാഷ് ഉറപ്പായിട്ടും പൊട്ടിക്കും. അവളെ കൊണ്ട് ഒരു പെഗ്ഗൂടി കുടിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവളെ ഒറ്റയ്ക്ക് കിട്ടിയാ ഞാൻ എങ്ങനെയെങ്കിലും കുടിപ്പിച്ചോളാം. ഒറ്റയ്ക്ക് കിട്ടണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. വാ. നീ ഇത് മുക്തയ്ക്ക് കൊടുക്കണം. നന്ദൻ അവളുടെ കൂടെ തന്നെയുണ്ട്. ഇതിന്റെ പകുതി അവൾ അവന് കൊടുത്താലോ? ഏയ്, നീ ഇത് അവക്ക് കൊടുത്തിട്ട് സദ്യ വിളമ്പാരെന്നും പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകണം. ശരി. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. പാർവതി പ്രിയനെ തൊട്ടത് നിനക്ക് പിടിച്ചിട്ടില്ല. അതവള് കള്ളിന്റെ ബലത്തിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ വിക്രിയകളല്ലേ? കള്ളിന്റെ ബലത്തിലോ? അതെ, അവള് ഹേൽക്ക കഴിച്ചിട്ടുണ്ടെന്നല്ല പറയേണ്ടത്. ഞാനും കരുണാകരൻ സാറും ചേർന്ന് അവളെ ഹേൽക്ക കഴിപ്പിച്ചിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസോളം. ഇനി അവളെ കൊണ്ട് ഒരു പെഗ്ഗൂടി കഴിപ്പിക്കണം. അതിന് അവളെ ഒറ്റയ്ക്ക് കിട്ടണം. മോഹൻ വരുന്നുണ്ട്.
പാർവതിയെ കുടിപ്പിച്ചത് നീയാണെന്ന് അവൻ അറിയണ്ട. ഇവനത് കൈലാഷ് സാറിനോട് പോയി പറയും. ആ മുക്തമേണ എന്താ ഇവിടെ നിൽക്കുന്നേ? ഓ വിശക്കുന്നുണ്ടാവൂല്ലേ? ആ തൽക്കാലം ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ആ എന്താ എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ചാലേ സമയത്തിന് സദ്യ വിളമ്പാൻ കഴിയൂ. ആ വാ 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 വാ. കൂട്ടുകറി ഉണ്ടോ സൗന്ദര്യ? ഉണ്ട്. പച്ചടിയോ? പാറു നീ ഒന്നും മിണ്ടാതിരുന്നേ. ഓണസദ്യ ആവുമ്പോ കൂട്ടുകറിയും പച്ചടിയും എരിശ്ശേരിയും ഓലനും ഞാലിപ്പൂണും ഒക്കെ വേണം. എല്ലാം ഉണ്ട്. വിളമ്പോ അവര്. നീ ഒന്നും മിണ്ടാതിരിക്കോ? പാർവതി മദ്യപിച്ചിട്ടുണ്ടോ? അവളായിട്ട് കുടിച്ചതല്ല സർ. അവള് മദ്യപിച്ചിട്ടുണ്ടെന്ന് അവക്ക് പോലും അറിയില്ല. അവളെ കുടിപ്പിച്ചതാ. കുടിപ്പിച്ചതോ? ആര്? അതുടനെ സാറിന് മനസ്സിലാവും. എങ്ങനല്ല വിളമ്പേണ്ടത്? ഷോ പാറു നീ ഒന്നും മിണ്ടാതിരിക്കേ. സത്യം ഞാൻ പറഞ്ഞത്. ഓണസദ്യ ഇങ്ങനെയല്ല വിളമ്പേണ്ടത്. കായ നുറുക്കും ശർക്കര വരട്ടിയും ഇലയുടെ ഇടത്തെ മുലയിൽ താഴെ വിളമ്പേണ്ടത്. അങ്ങനെയാണോ വിളമ്പിയിരിക്കുന്നത്? നോക്ക്. നമുക്ക് പിന്നെ കഴിക്കാം. നീ വാ എഴുന്നേക്ക്. സാരമില്ല മീര, പാറു കഴിച്ചോട്ടെ. അവളിപ്പൊ സദ്യ അലമ്പാക്കും. കൈലാഷ് ഇപ്പൊ അവളെ പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. ഇവിടെ ഇഞ്ചിയും പുളിയും അച്ചാറും വിളമ്പണം. ഇവിടെ കിച്ചടി, ഇവിടെ പച്ചടി, ഇവിടെ തോരൻ, കൂട്ടുകറി, എരിശ്ശേരി, ഓലൻ, അവസാനം ചോറ്. അങ്ങനെയാ ഓണസദ്യ വിളമ്പേണ്ടത്. അല്ലാതെ തോന്നിയ പോലെ വിളമ്പാൻ പാടില്ല. എന്റെ നാട്ടിലൊക്കെ അങ്ങനെയാ. ഇതേ നിന്റെ പട്ടിക്കട അല്ലടി, ടൗണാ. ടൗൺ ആണെങ്കിലും വിളമ്പുന്നത് ഓണസദ്യ അല്ലേ? അത് വിളമ്പുന്നതിനൊരു ക്രമമുണ്ട്. നിനക്ക് ക്രമത്തില് ഞാൻ വിളമ്പി തരടി. അവളുടെ ഒരു ക്രമം. നീയേ ഇങ്ങനെ കഴിച്ചാ മതി. അവളുടെ ഒരു ക്രമം. കൊഴക്കടി. മുക്ത എന്താ ഇത്? എന്തായി കാണിക്കുന്നേ? ഇവളെവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നില്ലേ? എന്നിട്ട് കൈലാഷ് ഇവിടെ വഴക്ക് പറയുന്നില്ലല്ലോ. എന്നല്ലേ വഴക്ക് പറയുന്നത്? നമ്മള് സെൽഫി എടുത്തോണ്ടിരുന്നപ്പോ കൈലാഷ് ഇവളെ കണ്ടിട്ട് ഇവളുടെ അടുത്തേക്ക് ഓടിപ്പോയില്ലേ?